സെക്കൻഡ് ലോ കിലോമീറ്റർ ഡീസൽ വാഹനം. ഡീസൽ 60,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് കമ്പനി ഹിസ്റ്ററി ഉള്ള 15 ലാസ്റ്റ് 16 റേഷനുള്ള വാഹനം. കമ്പനി വരുന്ന കളർ ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്. ഇത് റീപെയിന്റ് ചെയ്തതല്ല, ഒറിജിനൽ കളർ വാഹനമാണ്. 2019 റേഷ്യർ വരുന്ന ഡീസലില് ടോപ്പ് വേരിയന്റ്, സൺറൂഫ്, 6 എയർ ബാഗ് ഉള്ള സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്ന വാഹനം. 20 കിലോമീറ്റർ കൺഫേം മൈലേജ്, ഒറ്റ ഓണർ, കമ്പനി സർവീസ്. 85 നിങ്ങൾക്ക് 1 ലക്ഷം വരെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കൊണ്ടുപോകാം. വണ്ടിയുടെ റേറ്റിന്റെക്കാളും 1 ലക്ഷം രൂപ ലോൺ കിട്ടും. അത്രയും ക്വാളിറ്റി ഉള്ള വാഹനമാണ്. കൊണ്ടൊക്കെ തപ്പി നടക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും. അപ്പോൾ ഒരു സഡാൻ കാറ്റഗറി വേണമെങ്കിൽ എടുക്കാൻ പറ്റും. KL 51 വണ്ടി 2013 മോഡൽ, ഇമോഷൻ പാക്ക് ഏറ്റവും ടോപ്പ് വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സമീറിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഫുള്ള് കസ്റ്റമേഴ്സ് ആണല്ലേ, ഫുള്ള് തിരക്കിലാണ്. ഓക്കെ, അപ്പോൾ വണ്ടൂരാണ് ലൊക്കേഷൻ വരുന്നത്. RP മോട്ടോ ഷോറൂമിന്റെ പേര് വണ്ടൂർ പെരിന്തൽമണ്ണ റോഡിൽ. വണ്ടൂരിൽ നിന്ന് കറക്റ്റ് 2 കിലോമീറ്റർ മാറി പുളിയക്കോട് എന്നുള്ള കറക്റ്റ് ഹൈവേ റോഡിന്റെ സൈഡിൽ തന്നെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, വാക്കിന് കുറച്ച് കൂടിയിട്ടുണ്ട് അല്ലേ? ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ആണ്. പണ്ട് വീട്ടിന്റെ സൈഡിലാണ്. അപ്പൊ ഇപ്പൊ പോകുന്നവർ ഇങ്ങോട്ട് കയറിയിട്ട് നല്ലൊരു തിരക്കുണ്ട്, അതിനോട് മഴയും. ഓക്കെ, അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കാരണം എല്ലാം വെറൈറ്റി വണ്ടികളാണ്, എല്ലാ സെഗ്മെന്റും ഉണ്ടല്ലോ. എല്ലാ സെഗ്മെന്റും. ഓക്കെ, എന്തായാലും വീഡിയോയിലോട്ട് പോകാം അല്ലേ? തീർച്ചയായും. ഓക്കെ, നമുക്ക് പെട്ടെന്ന് നോക്കാം. ഡസ്റ്റർ ആണ്, KL 42 രജിസ്ട്രേഷൻ വരുന്ന കോഫി ബ്രൗൺ അല്ലേ? എങ്ങനെ 2019 മോഡല് 85 RXS എന്നുള്ള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ടോപ്പിന്റെ തൊട്ട് താഴെ. എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരും. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, എയർ ബാഗ്, ABS, അലോയ് വീല്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരും. ആകെ ക്രൂസ് കൺട്രോളിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ടോപ്പിലേക്ക് വരുമ്പോൾ. 85 മൈലേജും കിട്ടും. 20 കിലോമീറ്റർ കൺഫേം മൈലേജ്, ഒറ്റ ഓണർ, കമ്പനി സർവീസ്. 85 നിങ്ങൾക്ക് 1 ലക്ഷം വരെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കൊണ്ടുപോകാം. വണ്ടിയുടെ റേറ്റിന്റെക്കാളും 1 ലക്ഷം രൂപ ലോൺ കിട്ടും. അത്രയും ക്വാളിറ്റി ഉള്ള വാഹനം. എത്ര ഓട്ടം പറഞ്ഞ? 1,15,000 കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററി. കസ്റ്റമർക്ക് എടുക്കുന്ന കസ്റ്റമർക്ക് ഒന്നും ചെയ്യാല്ല. ടയർ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. അതുപോലെ തന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നീറ്റ്. സർവീസ് ബുക്ക്, സെക്കൻഡ് കീ എല്ലാം ഉള്ളതാണ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 7.25 ലക്ഷം രൂപക്ക് വണ്ടി കൊടുക്കുക, 8.25 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കുക. ഒരു റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കുന്നില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും. 7.75 കൊണ്ടോ ഹിസ്റ്ററിയൊക്കെ കയ്യിലുണ്ടാവില്ല. ബലേനോണ് നിലമ്പൂർ രജിസ്ട്രേഷൻ 71 അല്ലേ? വെറും 30,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. ഏതാ മോഡൽ? ഒരു റീപെയിന്റ് പോലും കയറിയില്ല. 18 മോഡൽ, ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ്, CVT ഓട്ടോമാറ്റിക്. കസ്റ്റമർ ഒരുപാട് ആളുകൾ നമ്മൾ ചോദിക്കുന്നത് CVT ഉള്ള വാഹനങ്ങൾ ഓട്ടോമാറ്റിക്കിലുണ്ടോന്ന്. അതിൽപ്പെട്ട ഒരു വാഹനം, 0 ക്ലെയിം. വണ്ടി ഫുൾ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള ഒറ്റ ഓണർ. സർവീസ് ബുക്ക്, സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആണ്, അതായത് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീല്, ബാക്ക് വൈപ്പർ അടക്കം കമ്പനി വരുന്ന വാഹനം. ടോപ്പിലേക്ക് പോകുമ്പോൾ പ്രൊജക്ടർ ലാമ്പ് വരും, സ്റ്റീരിയോയിൽ മാറ്റം ഉണ്ടാവും. ഈ ഒരു വാഹനം നമുക്ക് 6.5 ലക്ഷം രൂപ കൊടുക്കാം. 2018 30,000 വെരി ലോ കിലോമീറ്റർ വണ്ടി, 6.5 ലക്ഷം രൂപയും ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. കസ്റ്റമർക്ക് ബാങ്കിങ്ങും ഇൻകം പ്രൂഫും മാത്രം മതി. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇവിടുത്തെ അധികം വണ്ടിയൊക്കെ ഫുൾ ലോൺ കിട്ടുന്നുണ്ട്. പലരും കമന്റിൽ ചോദിക്കാറുണ്ട്, സിവിയറിന് മാത്രം എങ്ങനെ ഫുൾ ലോൺ? നമ്മൾ ആദ്യം വണ്ടി എടുക്കുന്നതിന് ശേഷം വണ്ടിയുടെ വെരിഫിക്കേഷനും വാല്യുവേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൈസും കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഫുള്ള് ലോൺ. ഇത് ആ വണ്ടിക്ക് നമുക്ക് തൊട്ട് മുന്നേ കാണിച്ച ഡസ്റ്ററിന് നമുക്ക് 8,85,000 വാല്യുവേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ 90% ലോൺ ചെയ്താലും 80% ചെയ്താലും ഫുള്ള് ലോൺ കിട്ടും ആ വണ്ടിക്ക്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വണ്ടികൾ ഫുൾ ലോൺ ആകുന്നത്. എന്തായാലും വേറെ ക്ലെയിമോ കാര്യമൊന്നുമില്ല, ഒരു ക്ലെയിമും ഇല്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പ്രോപ്പർ സർവീസുള്ള ഒറ്റ ഓണർ വണ്ടി. അടുത്ത വണ്ടിയിലുള്ള ഒരു റെഡ് ക്രെസ്റ്റ് ആണ് അടുത്തത്. KL 26 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ഇത് 2018 മോഡൽ, ഒറ്റ ഓണർഷിപ്പ്. ഇൻഷുറൻസ് ഇപ്പം നാളെ തീരും. പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാൻ പറ്റും. സർവീസ് കഴിഞ്ഞ് പ്രോപ്പർ സർവീസ് ഈ 25 മാർച്ചിൽ വരെ കമ്പനി സർവീസ് കഴിഞ്ഞ്, അതായത് 1,20,000 കിലോമീറ്റർ, 18,000 കിലോമീറ്റർ ഓടിയുണ്ട്. 1,20,000 സർവീസ് അഡ്വാൻസ് ആയിട്ട് ചെയ്തു. ടൈമിംഗ് ചെയിന് കാര്യങ്ങളൊക്കെ കമ്പനി ഹിസ്റ്ററി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നല്ല ഫാൻസി നമ്പർ ഉള്ള വാഹനം. ഒരു ക്ലെയിമോ റീപ്ലേസോ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. അഡീഷണൽ ആയിട്ട് അലോയ് വീല് ഫിറ്റിംഗ്സ് ഒരുപാട് ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. ഏത് ഓപ്ഷൻ ഏതാ? E+ 1.4 അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഓക്കെ,
എത്ര ഇപ്പൊ ചോദിക്കുന്നത്? 8.5 ലക്ഷം രൂപക്ക് നമുക്ക് ഫുള്ള് ലോൺ ചെയ്തെടുക്കാം. ഫുൾ ലോണിൽ അടുത്ത വണ്ടിയിലോട്ട്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് കാണാം, അതിന്റെ ഇടയ്ക്ക് സ്പീഡാക്കി എടുക്കാൻ പറഞ്ഞാണ്. ഒരു ഇത് കളർ ചെയ്ത അല്ലെങ്കിൽ കമ്പനി വരുന്ന കളർ. ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്, ഇത് റീപെയിന്റ് ചെയ്തതല്ല, ഒറിജിനൽ കളർ വാഹനമാണ്. 2019 രജിസ്റ്റർ വരുന്ന ഡീസലില് ടോപ്പ് വേരിയന്റ്, സൺറൂഫ്, 6 എയർ ബാഗ് ഉള്ള സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്നതാണ്. ഓപ്ഷനില്. അതുപോലെ തന്നെ ഒരു 2-2.5 ലക്ഷം രൂപ ഫിറ്റിംഗ്സ് ആയിട്ട് ഇതിന് ചെയ്തിട്ടുണ്ട്. കസ്റ്റംസ് ഹെഡ്ലൈറ്റും ടൈലൈറ്റും കാര്യങ്ങളൊക്കെ സബ് ആംബ് ഒക്കെ അടിമുടി മാറ്റി വരും. ഒറിജിനൽ ഗ്രില്ല് ഇതിന്റെ കസ്റ്റമർ അതിന്റെ ഡിക്കി തന്നെ കിടപ്പുണ്ട്. ഇത് 2019 രജിസ്റ്റർ 18 മാനുഫാക്ചർ സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പ് മാറിയിട്ടുണ്ട്. ഡീസൽ 1.6 ആയതുകൊണ്ട് മൈലേജ് ഒരു 18 കിലോമീറ്റർ മൈലേജും കിട്ടും. ഈ ഒരു വാഹനത്തിന് നമുക്ക് 9,25,000 രൂപ റേറ്റ് വന്നിട്ടുള്ളത്. 9,25,000 ലോൺ കിട്ടും. ബാങ്കിങ്ങും ഡീസലും ഉണ്ടെങ്കിൽ, അല്ല ബാങ്കിങ്ങും പ്രൊഫൈലും ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് ലോൺ ചെയ്യാം. മാനുവല് 9,25 ഫുൾ ലോണിൽ കൊണ്ടുവരണം. ഓക്കെ, അടുത്തൊരു 1.5 മുതലാണ് ഫിയറ്റിന്റെ ലീനിയ അല്ലേ, കൊണ്ടൊക്കെ തപ്പി കിടക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും. അപ്പോൾ ഒരു സെഡാൻ കാറ്റഗറി വേണമെങ്കിൽ എടുക്കാൻ പറ്റും. KL 51 വണ്ടി 2013 മോഡല്, ഇമോഷൻ പാക്ക് ഏറ്റവും ടോപ്പ് വേരിയന്റ്, 3rd ഓണർഷിപ്പ് ആണ്. വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി, എക്സ്ട്രാ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലെയിമോ കാര്യമൊന്നുമില്ല. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളോ ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ടയേഴ്സ് ഉണ്ട്, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. ഫുൾ ഓപ്ഷൻ ആണ്. എത്ര മൈലേജ് കിട്ടാറുണ്ട്? ഇത് നമ്മളെ സ്വിഫ്റ്റിന് റിഡ്സിനൊക്കെ സെയിം എഞ്ചിൻ വരുന്നതാണ്. ഒരു 18-20 കിലോമീറ്റർ ഒക്കെ മൈലേജും കിട്ടും. ഈ വാഹനത്തിന്റെ എഞ്ചിനാണ് നമ്മള് മാരുതിക്ക് എല്ലാം വരുന്നത്. ഫിയറ്റിന്റെ എഞ്ചിൻ, മൾട്ടി ജെറ്റ് എഞ്ചിൻ. ഈ ഒരു വാഹനത്തിന് നമുക്ക് 2 രൂപ റേറ്റ് ചെയ്യുന്നത്. 13 ടോപ്പിന്റെ വാഹനം, ഫുൾ ഓപ്ഷൻ 13 മോഡൽ വാഹനമാണ്. 2 രൂപ. 2 ലക്ഷം. ഡീസലാണ്, ഫുൾ ഓപ്ഷൻ ആണ്. എയർ ബാഗ്, ABS, അലോയിൽ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതില് മീറ്ററിൽ കാണുന്ന 1.25 റേഞ്ചിൽ കൂടിയിട്ടുണ്ട്. അത് നോക്കണ്ട. ഹിസ്റ്ററി കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് പറയാത്തത്. ഹിസ്റ്ററി കിട്ടും. ജീപ്പിന്റെ സർവീസ് സെന്റർ തന്നെയാണ് ഫിയറ്റിന്റെ സർവീസ് ഉള്ളത്. എത്ര പേര് ഉണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ സർവീസ് ആണെങ്കിൽ ജീപ്പിന്റെ സർവീസ് സെന്റർ കൊണ്ടുപോയാൽ മതി, അവിടെ തന്നെയാണ് ഫിയറ്റ്. ഓക്കെ, ലോണ് ചാൻസ് ഉണ്ട്? ഇല്ല, കിട്ടൂല. അടുത്ത ചെറിയ വാഹനത്തിലേക്ക് എത്തി. ആൾട്ടോ 800 KL 10 രജിസ്ട്രേഷൻ വണ്ടി അല്ലേ? 20 ലാസ്റ്റ് വരുന്ന വാഹനം, സിംഗിൾ ഓണർഷിപ്പ്, വെറും 28,000 കിലോമീറ്റർ, VXI ആണ്. ഡുവൽ എയർ ബാഗ്, ABS അടക്കം വരുന്ന ന്യൂ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന 2020. ഒരു ഇപ്പൊ കമ്പനി ടയറാണ് വന്നിട്ടുള്ളത്. 28,000 കിലോമീറ്റർ ഓടിയ ടയറാണ്. അത് മാറിയിട്ട് നമുക്ക് കൊടുക്കാം കസ്റ്റമർക്ക്. പുതിയ ടയർ എടുത്ത് മാറി കൊടുക്കാം കേട്ടോ. അപ്പോൾ 2020 ലാസ്റ്റ് വരുന്ന VXI വരുന്ന ഈ ഒരു വാഹനം നമുക്ക് പുതിയ ടയർ അടക്കിട്ട് 3.5 ലക്ഷം രൂപ കൊടുക്കാം. 3,50,000 രൂപയ്ക്ക് 2020 VXI ആൾട്ടോ 800 ലോ കിലോമീറ്റർ ആണ്. ഇപ്പൊ നിലവിൽ വന്ന ടച്ചപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ചെറിയ സ്ക്രാച്ച് അവിടെ മൂലയിലൊക്കെ ഉണ്ട്. അതൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് നല്ല ക്ലീൻ ആക്കിയിട്ട് കസ്റ്റമർ കൊടുക്കാം. പുതിയ വണ്ടി പോലെ 1 രൂപ മുടക്കും വേണ്ട, ഫുള്ള് ലോൺ ചെയ്തു. ലോൺ കിട്ടാത്ത ഒറ്റ വണ്ടി ഫിയറ്റ് ആണ്. അടുത്തതാ ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു 7 സീറ്റർ കൊണ്ടുപോകണ എടുക്കാൻ പറ്റിയ വാഹനമാണ്. സൈലോ അല്ലേ ഇത്? സൈലോ അല്ല, മറ്റേ കോണ്ടോ ആണ്. സോറി, KL 10. ഇതും സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പോന്നാൽ മതി. വെറും 80,000 കിലോമീറ്റർ, പുതിയ മണം മാറാത്ത വണ്ടി, 14 മോഡൽ. ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി കിട്ടൂല. സൈലോനെ അടിച്ചൊതുക്കിയ ഒരു മോഡലാണ്. സൈഡ് സീറ്റ് ഉണ്ടാവില്ല, ബാഗ് 7 സീറ്റർ തന്നെയാണ്. 7 സീറ്റർ ആണ്, അതും ടോപ്പ് വേരിയന്റ് C8. അപ്പോ ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. 80,000 ഓട്ടം പറഞ്ഞു. 80,000 കിലോമീറ്റർ. മോഡൽ ഏതാ പറഞ്ഞത്? 14 ലാസ്റ്റ്, 2014 മോഡലാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമ്മളെ പേരിലോട്ട് മാറാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ സൂപ്പർ മാർക്കറ്റിന്റെ ഓണർ വണ്ടിയാണ്. ഇതിന് പൊതുവെ എങ്ങനെ മൈലേജ് ഒരു 18 കിലോമീറ്റർ മൈലേജ് കിട്ടും. അത് 1.5 വരുന്നത്. നമുക്ക് ധൈര്യമായിട്ട് സാധാരണ 3,000 രൂപ 4,500 രൂപ ഇൻഷുറൻസ് അടിച്ചാൽ മതി. അതെ. അപ്പോ എത്ര ചോദിക്കുന്നത്? ഇപ്പൊ 2,85,000 രൂപക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. 2014 ലാസ്റ്റ് വണ്ടി, എയർ ബാഗ്, ABS, അലോയിൽ എല്ലാ ഫിറ്റിംഗ്സും ഉള്ള നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വാഹനം. വണ്ടിക്ക് വേണ്ടിട്ട് വന്ന കസ്റ്റമർ കൊണ്ടുപോകാതെ പോകൂല, ആ ഗ്യാരണ്ടി കൊടുക്കാം. അതെ, ടയേഴ്സും കുഴപ്പമില്ല, സർവീസ് ബുക്ക്, സെക്കൻഡ് ഗിയർ ഒക്കെ ഉണ്ട്. അടുത്ത ഒരു ക്രിസ്റ്റ ഗ്രേ കളർ, മഴ ഇങ്ങനെ കൂടി കൊടുക്കാണ്. 2018 മോഡല്, ഒറ്റ ഓണർഷിപ്പ്, A to Z കമ്പനി സർവീസ്, MH വണ്ടി.
അവിടെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമ്മളെ പേരിലോട്ട് NOC എടുത്തിട്ടില്ല. നിങ്ങളെ പേരിലോട്ട് NOC എടുത്തിട്ട് നിങ്ങൾക്ക് 11.5 ലക്ഷം രൂപക്ക് 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഒരു റീപ്ലേസ് കാണിച്ചെന്നാൽ നിങ്ങൾ പറയുന്ന റേറ്റിന് G4 മാനുവൽ G+ സ്റ്റാരിംഗ് കൺട്രോൾ ഒക്കെ കമ്പനി വരുന്ന ടച്ച് സ്ക്രീൻ ലെതർ സീറ്റ് 18 മോഡലില് 290 ഫുൾ കമ്പനി ഹിസ്റ്ററി. ഈ ഒരു റീപ്ലേസ് കാണിച്ചെന്നാൽ അവർ പറയുന്ന റേറ്റിന് കൊടുക്കും. അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ 1.5 ലക്ഷം രൂപ 1.5 ലക്ഷം കണ്ടാൽ മതി. 18 മോഡൽ അപ്പൊ 13 ലക്ഷം രൂപ. അപ്പൊ ഓരോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. പേപ്പറായി കിട്ടും 13.5 ഉള്ളിൽ പേപ്പറായി കിട്ടും. താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. ഇങ്ങോട്ടേക്ക് മാറിയല്ലേ ലോൺ കിട്ടും ഇനി? അതെ, ഇങ്ങോട്ട് മാറിയാൽ ലോൺ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ലോൺ അപ്രൂവൽ ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ടോ. ഇന്നോവയാണ്, അത്യാവശ്യം ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്, ഗ്രില്ലൊക്കെ മാറ്റി ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കളർ നിങ്ങളിപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് കാണുന്നത് അറിയില്ല, പക്ഷേ ഗോൾഡൻ കളറാണ്. 2014 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, ഒറിജിനൽ കേരള വി ഓപ്ഷൻ ആണ്. വി ആണ് അന്നത്തെ ടോപ്പിന്റെ വണ്ടിയാണ്. സ്പോർട്ടിന്റെ എല്ലാ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അടിപൊളി ഫിറ്റിംഗ്സ് ഉള്ള വാഹനം. ഇത് എത്ര ഓട്ടം? വി ഓപ്ഷൻ 1 ലക്ഷം കിലോമീറ്റർ. 1,2014 ഒറിജിനൽ കേരള വാഹനം. അത് അലവിയിൽ ഫിറ്റിംഗ്സ് ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ഇതൊന്നും കാര്യങ്ങളൊന്നും. ഹിസ്റ്ററി കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്പർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇൻഷുറൻസ് പുതിയത് എടുത്തിട്ട് നമുക്ക് 10 ലക്ഷം രൂപ കൊടുക്കാം. 10 ലക്ഷത്തിന് ഇൻഷുറൻസ് എടുത്തിട്ട് 2014 കിലോമീറ്റർ ഓടിയ ഈ ഒരു ഇന്നോവ കൊണ്ടുപോകാം. കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. ലോണോ? ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഫുള്ളും കിട്ടും, ഒന്നും പറയല്ലേ. അടുത്ത ഇന്നോവ KL 10 റിയായതാ. ഇത് KL 10 റീ ആയ വണ്ടി, 15V. ഇതും ഗോൾഡൻ ആണ്. 15V ഓപ്ഷൻ വരുന്ന തേർഡ് ഓണർഷിപ്പ് വാഹനം. കിലോമീറ്റർ ജെനുവിൻ ആകാൻ സാധ്യതയില്ല. 1,15,000 കിടക്കുന്നത്. 15 മോഡൽ വണ്ടിയുടെ 2015 മോഡൽ വരുന്ന വി ഓപ്ഷൻ വരുന്ന ഇന്നോവ. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്, 23 ഗ്ലാസ് ആണ്. ഈ 2015 വിക്ക് 9.5 ലക്ഷം രൂപ കൊടുക്കുക. നമ്പർ ആയി കഴിഞ്ഞ വണ്ടി 2015 9,50,000 രൂപയ്ക്ക്. അതും ഡയമണ്ട് കട്ട് വീല് സൈഡ് എല്ലാം വരുന്ന അതേ കമ്പനി വരുന്ന വാഹനമാണ്. 15 ലാസ്റ്റ് വരുന്ന വാഹനം. ഇതിന്റെ അതേ ഒറിജിനൽ ഷേപ്പ് വരുന്ന വാഹനം നമുക്ക് അടുത്ത് വരുന്നുണ്ട്. എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഇത് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ. ഇത് ഫുൾ ഓൺലൈൻ 1 ലക്ഷം രൂപ മുടക്ക് വരും. റീ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് 1 ലക്ഷം രൂപ മുടക്കില് 15V കൊടുക്കാം. ഒരു ഗ്രേ ഇന്നോവ KL 10 റിയായതാ. അല്ല, ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് 15 സെഡിന്റെ അതേ ടൈപ്പിൽ വരുന്ന വി ഓപ്ഷൻ. സൈഡ് ബോഡി സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ വരുന്നതാണ്. ഈ 2015 വി ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഈ ഒരു വാഹനം വെറും 10 ലക്ഷം രൂപ 990 കൊടുക്കാം. 990 ഫൈനൽ റേറ്റ്. 15 വി ഓപ്ഷൻ കേരള വാഹനമാണ്. കേരള ഒറിജിനൽ കേരള വണ്ടി. അത് ഫുൾ ലോണില് മഞ്ചേരിയിൽ സിംഗിൾ ഓണർ 4 ഇറക്കിയ വാഹനം. അതെ, ഓട്ടം 4 ലക്ഷം കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററി. ഓരോ 10,000 ഫുൾ ഹിസ്റ്ററി ഉള്ള വാഹനം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം പോന്നാൽ മതി. 25 വരെ സർവീസ്. എന്റെ ജീവിതത്തിൽ ഏറ്റവും കിലോമീറ്റർ ഓടിയ ഒരു ഇന്നോവ. ഈ വണ്ടി ഉണ്ടല്ലോ, ഈ ഏത് വണ്ടി ഉപയോഗിച്ചാലും ഒരു കിലോമീറ്ററിലോട്ട് നോക്കാതെ അത് മനസ്സിലാവില്ല, അത്രയും ക്വാളിറ്റി ഉള്ള വാഹനം. ഇന്ത്യയിലൊക്കെ നമ്മൾ പുതിയ വാഹനം അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇതിൽ സെഡിലുള്ള മാറ്റം ലെതർ സീറ്റ് വരുന്നുണ്ട്. ഇതിന് കമ്പനി ലെതർ സീറ്റ് അല്ല വരിക, സാധാരണ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സർവീസ് ബുക്ക്, സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ വരുന്ന ഒറ്റ ഓണർഷിപ്പുള്ളതാണ്. ആദ്യത്തല്ല, ഞാൻ അൻഫാൽക്കാൻ്റെ അടുത്തൊരു 8 ലക്ഷത്തിൻ്റെ ഇന്നോവ. 8 അല്ല 12 ലക്ഷം കിലോമീറ്റർ ഓടിയ ഇന്നോവ ഇവിടെ ടാക്സിയിൽ വണ്ടൂരങ്ങാടി ഉള്ളതുണ്ട്. ഓക്കെ, എന്തായാലും അടുത്ത വണ്ടി. അടുത്തൊരു ബലാനോ ആണ്, KL 1 രജിസ്ട്രേഷൻ. ടോപ്പ് എൻഡ് ലോ കിലോമീറ്റർ ഡീസൽ വാഹനം. ഡീസൽ 60,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്, കമ്പനി ഹിസ്റ്ററി ഉള്ള 15 ലാസ്റ്റ് 16 രജിസ്റ്റർ 15 ലാസ്റ്റ് 60,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി നിങ്ങൾ ഒരു വണ്ടിയുടെയും നമ്പർ നമ്മൾ മറക്കൂല. ഹിസ്റ്ററി നിങ്ങൾക്ക് എവിടെ നിന്നും ചെക്ക് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. ബ്രേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. റീപ്ലേസ് ഇല്ല, ആക്സിഡന്റ് ഇല്ല. ആൽഫ വരുന്ന വാഹനം, ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ഈ വാഹനം നമുക്ക് 5,60,000 രൂപയിൽ ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കും. 2015 ഡീസൽ ആൽഫയാണ്. 60,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 560 ഫുൾ ലോൺ. ഒരു ക്ലെയിമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ആൽഫയാണ്. ബട്ടൺ സ്റ്റാർട്ട്, അലോവിയിൽ ബാക്ക് വൈപ്പർ, ഡിഫോഗർ, കമ്പനി സ്റ്റീരിയോ അടക്കം ഒരുപാട് ഫീച്ചേഴ്സ്. ഇനി ഇതിന്റെ 18 മോഡൽ 50 ഓടിയ വണ്ടി നമ്മളെ കയ്യിൽ പർച്ചേസിംഗ് ചെയ്തിട്ടുണ്ട്. 48 50 ഓടിയിട്ടുണ്ട്. അതും അടുത്ത സ്റ്റോക്കിൽ കയറും. 18 ആൽഫ വൈറ്റ്
അപ്പോൾ വേണമെങ്കിൽ അതും നോക്കാം, നിങ്ങൾ വിളിച്ചോളൂ. എന്തായാലും ഡീറ്റെയിൽ അയച്ചു കൊടുക്കാം അല്ലേ? ഡീസൽ കാറ്റലോഗ് അയച്ചു കൊടുക്കാം. ഓക്കെ. അടുത്തത് SUV സെഗ്മെന്റ് ബൊലേറോ KL17 മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ ആണ്, എറണാകുളം ജില്ല. എങ്ങനെയാ? 20 മോഡൽ 21 ഡെലിവറി രജിസ്റ്റർ വരുന്നതാണ്. ഓക്കെ. ഒറ്റ ഓണർ, B6 എന്നുള്ള വേരിയന്റ്, BS6 എഞ്ചിന്, ഹാർഡ് ബ്ലൂ ടൈപ്പ് വരുന്ന വാഹനം. ഏറ്റവും ടോപ്പ് വേരിയന്റിൽ വരുന്ന വാഹനം. 2020 21 രജിസ്റ്റർ, 21 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഒറ്റ ഓണർഷിപ്പാണ്. ഫുൾ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോഴും B2B ഇൻഷുറൻസ് 2026 ഫെബ്രുവരി വരെ ബാലൻസ് ഉണ്ട്. ഓ, B2B. ഓക്കെ. സർവീസ് ബുക്ക്, സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ ഉണ്ട്. സർവീസ് കഴിഞ്ഞൊരു മൂവാറ്റുപുഴയിൽ നിന്ന് കിട്ടത്താൽ ഒരു 500 കിലോമീറ്ററിന് താഴെ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഒന്നുമില്ല, നമ്മൾ എന്തെങ്കിലും വണ്ടിക്ക് ക്ലെയിം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഷോറൂമിൽ കയറ്റിയ 1000 രൂപയുടെ പേപ്പർ വർക്കിന്റെ ചിലവേ ചിലവ്, ഡിപ്രിസിയേഷൻ ഇല്ലാതെ ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് മറ്റേ ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ ഈ ഹെഡ്ലൈറ്റ് മാറണമെങ്കിൽ ഹെഡ്ലൈറ്റിന്റെ പകുതി എമൗണ്ട് നിങ്ങൾ കെട്ടണം. മാറണമെങ്കിൽ അതായത് 1 ലക്ഷം രൂപേന്റെ പണി വന്നാൽ 50,000 രൂപ നിങ്ങൾ കയ്യിൽ നിന്ന് ഇറക്കണം. ബാക്കി 50,000 ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്ലാസ്, അതായത് ഇതല്ല ഫുൾ കവർ എന്ന് പറയുന്നത്. ഓക്കെ. ഇതിപ്പോ ഫുൾ സർവീസ് വല്ലാണ്ട് അല്ലേ? ഈ വാഹനം നമുക്ക് 7,90,000 രൂപക്ക് വാഹനം കൊടുക്കാൻ പറ്റും. 8.5 ലക്ഷം 9 ലക്ഷം വരെ ലോണും ചെയ്യാം. ഫുൾ ലോണില് ഒരു 7 സീറ്ററിൽ, അതും റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് ഒന്നും ഇല്ല. 21 ശേഷം ഒന്നും വന്നിട്ടില്ല. ഈ ലോൺ ചെയ്യാന്ന് പറയുമ്പോൾ, ഫുൾ ലോൺ ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാ ബാങ്കും ചെയ്യുന്നുണ്ടോ? അതോ എല്ലാ ബാങ്കും ചെയ്യുന്നില്ല. നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ കസ്റ്റമറുടെ പ്രൊഫൈല്, ഇൻകം പ്രൂഫ്, ഇത് രണ്ടും മസ്റ്റ് ആണ്. ഇപ്പോൾ നികുതി ഷീറ്റ് ഇല്ലാത്ത ആളുകളുണ്ട്, അവർക്ക് ലോൺ ചെയ്യാം. പക്ഷേ സ്വന്തമായിട്ട് വീട് വേണം. വാടക വീട്ടിലാകുമ്പോൾ ലോൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഫിനാൻസ് അധികം ആളുകളും ഇപ്പോൾ കൂടുതൽ വേറെ ആളുകൾക്ക് വേണ്ടി ഒപ്പിട്ടുകൊണ്ട് ഒരുപാട് ആളുകളുടെ സിബിൽ പൊട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാൻ, നമ്മളെ ഒപ്പ് വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ നമ്മളെ കൂട്ടുകാരന്മാർക്ക്, അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഇന്നലെ വരെ ഒരു കസ്റ്റമർ വന്നിട്ട് ഞാനൊരു അടവ് പോലും തെറ്റിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ സിബിൽ 600ന്റെ താഴെയാണ്, 605 വരെയൊക്കെ എത്തിയിട്ടുള്ളൂ ഇപ്പോൾ എന്ന് പറഞ്ഞ് അവർ പറയുന്ന ഒരു ട്രാക്ക് എടുത്ത് നോക്കിയപ്പോൾ കറക്റ്റ് അടവാണ്. അപ്പോൾ ഇവർ 2 പേർക്ക് വേണ്ടിയിട്ട് ജാമ്യം നിന്ന് കൊടുത്തു. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സഹായിച്ചോളൂ, പക്ഷേ നമുക്ക് കൂടി ഉറപ്പുള്ള ആളുകൾക്ക് സഹായം ചെയ്തു അത്രേ ചെയ്യാവൂ. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി സണ്ണി KL21 നെടുമങ്ങാട് രജിസ്ട്രേഷൻ വാഹനം, കേരള വണ്ടി തന്നെയാ? ഒറിജിനൽ കേരള, ലോ കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ് വാഹനം. ഓക്കെ. ഏതാ മോഡല്? 2013 മോഡല്, 68,000 കിലോമീറ്റർ ഹിസ്റ്ററി പോയിട്ടുള്ള വാഹനം. പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വാഹനം. ഏതാ? XP ടോപ്പ് എൻഡ് അല്ല, XL ഓപ്ഷനൽ, ഡുവൽ എയർ ബാഗ്, ക്ലൈമറ്റ് കൺട്രോൾ, AC, റിയർ AC കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. അലോയ്സ് ഒന്നും അഡീഷൻ ചെയ്തിട്ടില്ല? ഇല്ല. സ്റ്റോക്ക് കണ്ടീഷനിലാണ്. എക്സ്ട്രാ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. 4 പുത്തൻ ടയർ ഉണ്ട്. സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ വരുന്ന സെക്കൻഡ് ചാവി അടക്കമുള്ള വാഹനം. ഓക്കെ. അപ്പോൾ നല്ലൊരു ഡീസൽ അല്ല പെട്രോൾ തന്നെയാ? ഓക്കെ. ഒരു 12, 14, 15 ഒക്കെ മൈലേജ് കിട്ടും. അവിടെ നിന്ന് ലോങ് പോയെന്നാണ് തോന്നുന്നുണ്ട്. ഒരു 15 വരെ കിട്ടിയിട്ടുണ്ട്. ഉറപ്പ് ഇനി ടൗണിലാണ് ഒരു 11, 12 ഒക്കെ നോക്കാം. 12 പ്രതീക്ഷ. പക്ഷേ മെയിൻ്റെനൻസ് നിങ്ങൾക്ക് വളരെ കുറവായിരിക്കും. നല്ലൊരു വലിയ സെഡാൻ കാറാണ്. ഓക്കെ. എത്രയാണ് ചോദിക്കുന്നത്? ഇത് 3 നമ്മൾ ചോദിക്കുന്ന റേറ്റ് 2,90,000 ഫൈനൽ ചെയ്ത് കൊടുക്കാം. 2,90,000 രൂപയ്ക്ക് 2013 XL ഓപ്ഷണൽ സണ്ണി 60,000 കിലോമീറ്റർ മാത്രം ഓടിയ ഫുൾ കമ്പനി സർവീസ് പോയ വാഹനം. ഇനി ഇതിന്റെ ഡീസൽ ഉണ്ട് നമ്മൾക്ക് 13 രജിസ്റ്ററിൽ, അത് 2,70,000 രൂപ. 2,70,000 ഡീസൽ, 98,000 കിലോമീറ്റർ ഓടിക്കും. ഇതേ ഓപ്ഷൻ, ഇതേ ഡീസൽ ആയാലും വലിയ പണി വരാറില്ല. ഇല്ല, മൈലേജ് ഉണ്ടാവും. 20-22 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. പിന്നെ ഈ നിസാന്റെ വണ്ടിയിൽ ഡീസൽ വണ്ടി എടുക്കുന്ന ആളുകളാണെങ്കിൽ, റെനോൾട്ട് ആണെങ്കിലും നിസാൻ ആണെങ്കിലും 60,000 ഇതിന്റെ മേജർ സർവീസ് ഉണ്ട്. 60,000. സണ്ണിക്കല്ല, ഡസ്റ്ററിനൊക്കെ ബെൽറ്റ് മാറേണ്ടത് 60,000. ഇതിലൊക്കെ ബെൽറ്റ് മാറേണ്ടത് 60,000. 120, 160, 120, 180, 240 ആ റേഞ്ചിൽ എങ്ങനെ കിലോമീറ്ററിലാണ് സർവീസ് ചെയ്യുന്നത്. 60,000 കൂടുമ്പോഴാണ്. അതെ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോളൂ, 2,90,000 കൊണ്ടുപോകാം. 2013 പെട്രോൾ വണ്ടി ആയതുകൊണ്ട് മേജർ സർവീസും ചെയ്യണം. ഇതും പേടിക്കണ്ട, മെയിൻ്റെനൻസ് വളരെ കുറവാണ്. അടുത്ത വണ്ടിയിലുണ്ട് നല്ലൊരു സൺസെറ്റ് റെഡ് പോളോ അല്ലേ? ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് നമ്മുടെ. 2019 12-ാം മാസം വരുന്ന KL7 രജിസ്ട്രേഷൻ ആണ് അല്ലേ? 7 രജിസ്ട്രേഷൻ ആണ്. അത് ന്യൂ ഷേപ്പ്, ഒറിജിനൽ ന്യൂ ഷേപ്പ് വരുന്ന 1 ലിറ്റർ ടർബോ വരുന്ന വാഹനം. 1 ലിറ്റർ ടർബോ, പവറും ഉണ്ടാവും. അതെ, അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. മെയിൻ്റെനൻസും കുറവാണ്. ഒരു 13-15 റേഞ്ച് ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കും. 60,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ, പെട്രോള്. ഓക്കെ. നമുക്ക് ഈ വണ്ടിക്ക് റേറ്റ് 6,20,000, 6,10 കൊടുക്കാം. 6,10 2019 ഡിസംബർ ലാസ്റ്റ് വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് അല്ല, അതിന്റെ തൊട്ട് താഴെ കപ്പ് എഡിഷൻ വരുന്നതാണ്. കപ്പ് എഡിഷൻ എന്ന് പറയുമ്പോൾ കംഫർട്ട് ലൈൻ ആണ് വരിക.
പക്ഷേ അതിൽ തന്നെ അലോയ്സും കാര്യങ്ങളൊക്കെ വരും. ഒരു സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്. അതെ, സ്പെഷ്യൽ എഡിഷൻ വരുന്ന അത് പുതിയ ഷേപ്പിലാണ് ഇത് വരുന്നത്. ഇതിന്റെ 1.2 ലിറ്റർ വൈറ്റ് കളർ വൈറ്റ് ആൻഡ് ബ്ലാക്കിലുള്ള വാഹനം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? അത് നമുക്ക് 5,60,000 രൂപ. ഡീസൽ ഉണ്ടാവോളോ? ഡീസൽ പോളോ ഇല്ല. ഇപ്പൊ ആളുകൾ കൂടുതൽ ഈ പെട്രോളിലേക്ക് മാറി ഇഞ്ചക്ടറിന്റെ പണി കാരണമാണ് ഡീസൽ പോളോ അധികം ആളുകൾ ഉപേക്ഷിക്കുന്നത്. ഒരു ഇഞ്ചക്ടറിന് 24,000 രൂപ വരുന്നുണ്ട്. സെക്കൻഡ് സൈഡിലാണെങ്കിൽ ഒരു 12,000 രൂപ വരും. അപ്പൊ പെട്രോൾ ആണെങ്കിൽ ഒരു പേടിക്കണ്ട. 1.2 ആണെങ്കിലും 1 ലിറ്റർ ആണെങ്കിലും അടിപൊളി പെർഫോമൻസ് ആണ്. ഓക്കെ. അപ്പോൾ ലോൺ എത്ര കയറുമല്ലേ? നിങ്ങൾ ഏകദേശം ഒരു ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ തന്നെ കിട്ടും. ഓക്കെ. ഫുൾ ലോൺ കിട്ടാണ്ടിരിക്കണമെങ്കിൽ ഫിയറ്റോ അല്ലെങ്കിൽ ഷെവർലെയോ അങ്ങനെ നിർത്തി പോയ വണ്ടിയായിരിക്കും. അതിന് നമുക്ക് ഫുൾ ലോൺ ഓപ്ഷൻ. പിന്നെ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ സേർട്ട് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തായാലും ലോൺ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എടുത്താൽ മതി. അതെ, തീർച്ചയായിട്ടും. എല്ലാത്തിനും പലിശ നമ്മൾ കൊടുക്കണം. നമ്മൾ നമ്മുടെ ഒരു വരുമാനം എല്ലാം കണ്ടിട്ട് മാത്രം എടുക്കാം. അതെ. പിന്നെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ പൈസയും സ്വരൂപിച്ച് എടുക്കുന്ന പരിപാടികൾ നിർത്തി. അല്ല, പൈസ സ്വരൂപിച്ചെടുക്കാൻ വെച്ചാൽ നമുക്ക് നഷ്ടം തന്നെയാണ്. അത് നടക്കാത്ത വരും. അതെ അതെ. ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്രയാണോ രൂപ ഉള്ളത് അത് കൈ കൊടുക്കുക. അത് മാക്സിമം ഇറക്കിയിട്ട് ലോൺ കുറക്കാൻ കൊടുക്കുക. അതെ, തീർച്ചയായും. പരമാവധി അവരെ കാലാവധിയും കുറക്കാൻ നോക്കുക. ഡ്യൂറേഷൻ കൊടുക്കുന്ന അനുസരിച്ച് കുറക്കുന്ന അനുസരിച്ച് നമുക്ക് ലാഭം കിട്ടും. ഭയങ്കര ബെനിഫിറ്റ് ആണ്. അതാണ്. അപ്പൊ ശ്രദ്ധിക്കുക. എന്തായാലും നമ്മൾ തൽക്കാലത്തേക്ക് വൈകിട്ട് നല്ല മഴ ഇങ്ങനെ മഴയാണ്. അത്രയും പരിമിതിക്കുള്ളിലാണ്. പക്ഷെ ഇവിടെ എത്തിപ്പെടാൻ ഒരു പ്രയാസമില്ല കേട്ടോ. ഒരു പ്രയാസമില്ല. അങ്ങനത്തെ പ്രശ്നമുള്ള റൂട്ടൊന്നും അല്ല അല്ലേ? ഊട്ടി തൃശ്ശൂർ റോഡാണ്. അതായത് ബാംഗ്ലൂരൊക്കെ പോകുന്ന അതേ റൂട്ടിലാണ്. ഏത് ആൾക്കും ലൊക്കേഷൻ കിട്ടും. ഇനി നിങ്ങൾ ഏത് സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് വണ്ടി വിളിച്ചു വരികയാണെങ്കിൽ നമുക്ക് വണ്ടികൾ കാണിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. അതുപോലെ ഈ കാണിക്കുന്ന വണ്ടികൾ തന്നെ ചിലപ്പോൾ വിറ്റ് പോകും. അപ്പോൾ നിങ്ങളൊന്ന് വിളിച്ച് കൺഫേം ചെയ്ത് വരാം. കാറ്റലോഗ് നമ്പർ, ആ നമ്പറിൽ 2 നമ്പറിൽ 616 നമ്പറിൽ കാറ്റലോഗ് ഉണ്ട്. കറക്റ്റ് അപ്ഡേറ്റ് ആവും അല്ലേ? 150ഓളം വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഫുൾ അപ്ഡേറ്റ് ആണ്. നമ്മൾ പറയാത്ത എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതിൽ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. അതേപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നത് മാക്സിമം ഷെയർ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സമീർ ബ്രോ, താങ്ക് യു. എല്ലാവർക്കും നന്ദി. ബൈ.